ഏറെ പ്രിയങ്കരനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, ഈ മദീന OICC കമ്മിറ്റിയുടെ ജനറൽ പ്രിയങ്കരനായിട്ടുള്ള സൂചിപ്പിച്ചതുപോലെ ഈ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും ആവേശത്തോടു കൂടിയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ചെയ്യപ്പെട്ട ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായിട്ടുള്ള മുനീറവർ, എന്നോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അരീക്കോട് മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ ഇത്തരം ഒരു വേദി ഒരുക്കിയിട്ടുന്ന ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന സംഘടന വരുന്നതിന് മുമ്പ് ഇന്ദിരാ കൾച്ചറൽ കോൺഗ്രസ് എന്ന സംഘടന ആദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി രൂപീകരിക്കുകയും ജിദ്ദയിൽ വെച്ച് അതിനുവേണ്ടി കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റായി കടന്നു വന്നാണ് കല്യാണ കുട്ടികൾക്കും മകനുമായിട്ടുള്ള പ്രിയപ്പെട്ട മറ്റ് വേദിയിലുള്ള പ്രിയപ്പെട്ട റിയാസ്, പ്രിയപ്പെട്ട ഫൈസൽ ചന്ദ്ര, പ്രിയപ്പെട്ട നജീം ശാസ്ത്ര പത്രാധികർ, ജംഷീർ, പ്രിയപ്പെട്ട ഹമീദ് ഷഫീൽ, മറ്റ് ഏറെ പ്രിയപ്പെട്ട OICC മദീന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്ന് നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ, നാട്ടിൽ നടക്കുന്ന സംഘടനാ പ്രവർത്തനത്തെക്കാൾ, നാട്ടിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തനത്തെക്കാൾ കൂടുതലായി സംഘടന ചലിപ്പിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന മേഖല ഈ പ്രവാസ ലോകമാണ്. ഞങ്ങളത് രണ്ടാഴ്ചയായി ഞങ്ങൾ ഈ രണ്ടാഴ്ചക്കിടയിൽ ഞങ്ങളൊക്കെ പങ്കെടുത്ത പരിപാടിയുടെ എണ്ണം അത്രമാത്രം. ഞങ്ങളൊക്കെ പല ദിവസവും രാവിലെ വിജയ പരിപാടി, വീണ്ടും മക്കത്ത് പോകും, വീണ്ടും വൈകിട്ട് വിജയത്തിൽ, വീണ്ടും രാത്രി മക്കത്ത്, അങ്ങനെ ഒരു വട്ടം രണ്ടും മൂന്നും വട്ടം മറ്റ് വിജയിൽ നിന്നും മക്കയിലേക്ക് പോയ അനുഭവം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത്രമാത്രം പരിപാടി ഒക്കെ OICC സംഘടിപ്പിക്കുന്ന പരിപാടികൾ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ 14 ദിവസവും 15 ദിവസവും ഒരു ദിവസവും പോലും കോൺഗ്രസിൻ്റെതല്ലാത്ത പരിപാടികൾ ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ല എന്ന് പറയാം. അത്രമാത്രം OICC ഇവിടെ സജീവമാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, ഇവിടെ നടക്കുന്ന കാരുണ്യ പ്രവർത്തനം, കലാപ്രവർത്തനങ്ങൾ, കായിക പ്രവർത്തനങ്ങൾ, ഞങ്ങൾ ജില്ലയിൽ നല്ലൊരു ഫുട്ബോൾ മത്സരത്തെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം എല്ലാ രംഗത്തും OICC നമ്മുടെ നാട്ടിൽ സംഘടനാ പ്രവർത്തനത്തിനേക്കാൾ ഏറ്റവും ശക്തമായി സംഘടനയെ ചലിപ്പിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇത്തരം വേദി നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരുപാട് വൈകിയാണ് ഈ യോഗം തുടങ്ങുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നാളെ വളരെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഏതായാലും 2 കാര്യം മാത്രം സംസാരിക്കും. ഏതായാലും ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ അഥവാ പാർലമെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കടന്നതിന് ശേഷം നിരവധി പരിപാടികളിൽ ഞാൻ OICCയുടെ ഭാരവാഹികളൊക്കെ പങ്കെടുപ്പിക്കുകയും വലിയ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹിച്ചാണ് എന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ടുപോവുകയും തിരിച്ചും എനിക്ക് ആളുകൾ ബഹുമാനിക്കുകയും OICC നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിലൊക്കെ പരമാവധി നാട്ടിലുള്ള മുഴുവൻ OICC നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയത്. ഞാനത് പങ്കെടുപ്പിക്കാൻ പ്രത്യേക താല്പര്യപ്പെടുന്നതിന് കാരണം, ഇന്ന് നമ്മുടെ സംഘടന പ്രത്യേകിച്ച് നാട്ടിൽ KMCC യുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനത്തെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനം അവർ KMCC യുടെ സഹായത്തോടു കൂടി മുസ്ലിം ലീഗ് നാട്ടിൽ നടത്തുമ്പോൾ, അതുപോലെ കാരുണ്യ പ്രവർത്തനം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കുന്നത്, അതിനുവേണ്ടി പിന്തുണ നൽകുന്നത് OICC. ഒരുപാട് കാരുണ്യ പ്രവർത്തനം, ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനം, ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി വീടെടുത്ത് നൽകുന്ന പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നിർദ്ധനരായിട്ടുള്ള സഹോദരിമാരുടെ കല്യാണത്തിന് വേണ്ട സഹായം, അങ്ങനെ OICC കാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമുക്കറിയാം നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിനോ അത്രമാത്രം ഒരു കാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താനുള്ള കെൽപ്പ് നമുക്കില്ല. തീർച്ചയായിട്ടും OICC യുടെ വലിയ പിന്തുണ കൊണ്ടാണ്
നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനം നാട്ടിൽ അതുപോലെ കാലിന്റെ പ്രോബ്ലംസിലാണ്. അതുകൊണ്ട് എന്നും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ മുന്നോട്ട് പോയി സംഘടന ശക്തിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഞാൻ സൂചിപ്പിച്ച പോലെ പരിപാടികളൊക്കെ പങ്കെടുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഏതായാലും ഇന്നത്തെ സമയത്ത് പ്രത്യേകിച്ച് അസന്നമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 47-48 ദിവസം മാത്രമാണ്, 50 ദിവസത്തിന് താഴെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറിച്ചുള്ളത്. വളരെ പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ സൂചിപ്പിച്ച പോലെ, സ്വാഗത പ്രസംഗത്തിൽ മധ്യശം സൂചിപ്പിച്ച പോലെ, കഴിഞ്ഞ 5 വർഷക്കാലം 50 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും, മറുഭാഗത്തോട് സൂചിപ്പിച്ച പോലെ നമുക്ക് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഇടതുപക്ഷവും, അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് രാജ്യത്ത് വർഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന BJPയും ഒക്കെ, അങ്ങനെ 3 ഏറ്റവും പ്രബലമായ മത്സരം നടത്തുമ്പോൾ, 3 ശക്തികൾ തമ്മിൽ മത്സരം നടത്തുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക്, ഈ സംസ്ഥാനത്തിന്റെ മാറ്റത്തിന് UDF വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ചെറിയ യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വോട്ടിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ UDFന്റെ ഭരണം വീണ്ടും മണപ്പുറത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ